ഇരിങ്ങാലക്കുട മാർക്കറ്റ് ഒരു നിസ്സാര മാർക്കറ്റല്ല കേട്ടോ. പോർക്കിറച്ചിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു മാർക്കറ്റാണ്. അവിടെ നിന്ന് നമ്മൾ പോർക്കിറച്ചി വാങ്ങിച്ച് നമ്മുടെ ടൊവിനോ തോമസിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് ഈ പോണത്. ടൊവിനോ മാത്രമല്ല, അതിൻ്റെ അടുത്ത് ഇന്നച്ചൻ്റെ വീടുണ്ട്, ഇടവേള ബാബുവിൻ്റെ വീടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖരുള്ളൊരു നാടാണ് ഇരിങ്ങാലക്കുട. ഈ പോർക്കിറച്ചിക്ക് പിന്നെ നെയ്യില്ലാത്തൊരു കേസില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ പോർക്കിറച്ചി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നല്ല പീസ് ഗ്ലാസ്സിലിടും, പിന്നെ ചെറിയ പീസ് നെയ്യുള്ള പീസൊക്കെ കയ്യിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ നമ്മളെ കണ്ണു വെട്ടിച്ച് അവർ ആ കവറിലാക്കി തരും. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്നും പറയാനും പറ്റില്ലേ. അങ്ങനെ ഈ പോർക്കിറച്ചി എന്നാകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓയിൽ വേണ്ട, അതിൻ്റെ നെയ്യ് തന്നെ ഉരുക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി പോർക്കിറച്ചി മാറ്റി വെച്ച് അതിലേക്ക് ഇഞ്ചി പച്ചക്കുരുമുളകിലാണ് നമ്മൾ ഈ ചെയ്യണത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ഐറ്റമാണ്. അതുപോലെ വെളുത്തുള്ളി, അതേപോലുള്ള പിന്നെ ചെറുള്ളി കുറച്ചെടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി വഴറ്റിയതിന് ശേഷം ഒരുവിധം നല്ല പാകമാകുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടുക, കറിവേപ്പില ഇടുക. ചെറുള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് മിക്ക പാചക കലാകാരന്മാരും പറയണത്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയതാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക, അതൊക്കെ ആവശ്യം. എന്നിട്ട് ഈ കൂട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് മീറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെയ്യ് ഒന്ന് ഡ്രൈ ആവണ വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ ഇറച്ചി നല്ലൊരു ഡ്രൈ ആയ ഒരു ഫീലിലേക്ക് വരും. അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അധികം മീറ്റ് ഉടയൂല്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ കേട്ടോ ഈ ഐഡിയ. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഈ രൂപത്തിലേക്ക് കിട്ടി. ആ വെള്ളം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം എന്നിട്ട് വലിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു രൂപത്തിലേക്കാണ് കിട്ടിയത്. പിന്നെ ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടിയും വറുത്ത് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോർക്ക് ഫ്രൈ റെഡി.